ഹായ്, ഞാൻ Adeeb. പോക്കോ ഇപ്പോൾ പോക്കോ X3 Pro എന്നുള്ള മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഫോൺസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോക്കോ F1 എന്നുള്ള മോഡൽ ലോഞ്ച് ചെയ്തിരുന്നു. ആ ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള പെർഫോമൻസ് ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലുള്ള ഫോണിലൂടെ കൊണ്ടുവരികയാണ് പോക്കോ ചെയ്തത്. അന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറായ കോൽക്കോം സ്നാപ്ഡ്രാഗൺ 845 ആയിരുന്നു ഈ പോക്കോ F1 ഉപയോഗിച്ച പ്രൊസസ്സർ. ഈ ഫോണിൻ്റെ സക്സസിന് ശേഷം പോക്കോ ഫാൻസ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പോക്കോ F1ൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഫോൺസിന് വേണ്ടിയിട്ടായിരുന്നു. പോക്കോ F1ൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഫോൺസ് വരുമോ എന്നുള്ള കാര്യം പോക്കോ ഇതുവരെയായിട്ടും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫൈനലി പോക്കോ F1ൻ്റെ ഒരു സക്സസർ എന്ന നിലയിൽ പോക്കോ X3 Pro എന്നുള്ളൊരു മോഡൽ ഇപ്പോൾ പോക്കോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി പറയാന്നുണ്ടെങ്കിൽ പോക്കോ F1ൻ്റെ സക്സസർ അല്ല. പോക്കോ F1 ഉണ്ടായിരുന്ന അതേ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് പോക്കോ X3 Pro എന്നുള്ള മോഡൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. പോക്കോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്ത പോക്കോ X3 എന്നുള്ള മോഡലിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ടാണ് പോക്കോ X3 Pro എന്നുള്ള മോഡൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പോക്കോ X3യുടെ അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പോക്കോ X3യുടെ എക്സാക്ട്ലി സെയിം ഡിസൈനാണ് പോക്കോ X3 Proയിലും വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പോക്കോ X3 Proനെ കുറിച്ച് പറയുമ്പോൾ പോക്കോ X3യുടെ ഷോർട്സ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. പോക്കോ X3 Pro എൻ്റെ കയ്യിലില്ല. പോക്കോ X3യുടെ അതേ ഡിസൈൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഷോർട്സ് ആഡ് ചെയ്തു എന്ന് വിചാരിച്ച് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പോക്കോ X3 Proയുടെ ഡിസൈനിനെ കുറിച്ച് നോക്കാം. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടണും പവർ ബട്ടണും കൊടുത്തിട്ടുള്ളത്. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നത്. പിന്നെ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ സിം കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. പിന്നെ സ്പീക്കർ ഗ്രില്ലും വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, C ടൈപ്പ് ചാർജിംഗ് പോർട്ട്, പ്രൈമറി മൈക്രോഫോൺ, സ്പീക്കർ എന്നിവയാണ് ഫോണിൻ്റെ താഴ്ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 120 ഹെർട്സിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റും 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഡിസ്പ്ലേക്ക് ഉണ്ട്. പിന്നെ ഇതിൽ HDR10 സപ്പോർട്ടും ഉണ്ട്. കോർണിംഗ് ഗോറില്ലാസിൻ്റെ 6 പ്രൊട്ടക്ഷനാണ് ഈ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ 5160 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിൻ്റെ ചാർജർ നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 213 ഗ്രാമാണ് വരുന്നത്. അത്യാവശ്യം ഹെവി തന്നെയാണ് ഈ ഫോണ്. പിന്നെ ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 വരുന്നത്. MIUI 12 ആണ് ഇതിൻ്റെ യൂസർ ഇന്റർഫേസ്. ഈ ഫോണിൽ വരുന്ന പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ കോൽക്കോം സ്നാപ്ഡ്രാഗൺ 860 പ്രൊസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊരു 7 നാനോമീറ്റർ ടെക്നോളജിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊസസ്സറാണ്. Adreno 640 ആണ് ഇതിൽ വരുന്ന GPU. പിന്നെ റാം ടൈപ്പ് നോക്കുകയാണെങ്കിൽ LPDDR4X റാം ടൈപ്പാണ് ഇതിൽ വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഈ ഫോണിൽ വരുന്ന ക്യാമറയെ കുറിച്ച് നോക്കാം. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒരു 48 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസുമാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ 20 മെഗാ പിക്സലിൻ്റെ ഒരു പഞ്ചോൾ ക്യാമറയാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോൺ ടോട്ടലായിട്ട് 3 കളർ വേരിയന്റിലാണ് വരുന്നത്. ബ്ലാക്ക്, ബ്ലൂ, ഗോൾഡൻ ഫ്രോൺസ്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. 6GB 128GB വേരിയന്റിന് 18,999 രൂപയും 8GB 128GB വേരിയന്റിന് 20,999 രൂപയുമാണ് വരുന്നത്. ഈ പോക്കോ X3 Pro എന്നുള്ള മോഡൽ നമുക്ക് ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് പോക്കോ ഫോൺസിന് ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ പോക്കോ X3 Pro ഒരു നല്ലൊരു ഓപ്ഷനാണോ ചോദിക്കുകയാണെങ്കിൽ അല്ലാന്നേ ഞാൻ പറയുള്ളൂ. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ പോക്കോ X3 Pro നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഒരു ഓൾറൗണ്ടർ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല. ഇതിനേക്കാളും നല്ല ഫോൺസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. റെഡ്മിയിലെ തന്നെ റെഡ്മി നോട്ട് 10 Pro Max ഒരു നല്ലൊരു ഫോൺ തന്നെയാണ്. അതിൽ നമുക്ക് 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട്. പിന്നെ 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. പോക്കോ X3 Proനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 10 Pro Max ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. പിന്നെ റിയൽമിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ റിയൽമി 8 Pro ഉണ്ട്. അതിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. പിന്നെ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട്. പിന്നെ റിയൽമിൻ്റെ ഭാഗത്തു നിന്നുള്ള X7 ഉണ്ട്. X7ൽ 5G സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺസൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. അല്ല നിങ്ങളൊരു ഗെയിമറാണ്, ഹെവി ഗെയിമറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഫോൺ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ X3 Pro എന്നുള്ള മോഡൽ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പോക്കോ X3ൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ടാണ് പോക്കോ X3 Pro എന്നുള്ള മോഡൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ പോക്കോ X3 Proയിലുള്ള പ്രോ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് 3 പ്രോ ഫീച്ചേഴ്സാണ് ഇതിലുള്ളത്. ഒന്ന് ഇതിൻ്റെ പ്രൊസസ്സർ. കോൽക്കോം സ്നാപ്ഡ്രാഗൺ 860 പ്രൊസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൽ വരുന്ന സ്റ്റോറേജ് ടൈപ്പ് UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കുന്ന കോർണിംഗ് ഗോറില്ലാസിൻ്റെ 6 പ്രൊട്ടക്ഷൻ. ഈ 3 കാര്യങ്ങളാണ് ഇതിലൊരു പ്രോ ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ 3 ഫീച്ചേഴ്സിന് വേണ്ടി നിങ്ങൾ ഈ ഫോൺ എടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പിന്നെ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി പറയാണ്. ഈ കോൽക്കോം സ്നാപ്ഡ്രാഗൺ 860 എന്നുള്ള പ്രൊസസ്സർ 2018 ലാസ്റ്റിൽ ലോഞ്ച് ചെയ്ത കോൽക്കോം സ്നാപ്ഡ്രാഗൺ 855 പ്ലസിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ്. അപ്ഗ്രേഡഡ് വേർഷൻ എന്ന് പറയുമ്പോൾ
അത്രക്ക് അപ്ഗ്രേഡേഷൻ നടത്തിയിട്ടില്ല, പേരിൽ മാത്രമാണ് ഒരു അപ്ഗ്രേഡേഷൻ നടത്തിയിട്ടുള്ളത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ 855 പ്ലസും 860 എക്സാക്ട്ലി സെയിം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമാണ് ഉള്ളത്. നമുക്ക് ഡേ ടു ഡേ യൂസേജിൽ നമുക്ക് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറൻസും കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കില്ല. കോൽക്കോം ഇവിടെ ചെയ്തിരിക്കുന്നത് 855 പ്ലസ് എന്നുള്ള പ്രോസസ്സറിനെ പൊടി തട്ടി 860 എന്നുള്ള പേരിൽ ഇപ്പോൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ 5G സപ്പോർട്ട് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങളൊരു ഹെവി യൂസറാണ് അല്ലെങ്കിൽ ഒരു ഹെവി ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. PUBG പോലുള്ള ഹെവി ഗെയിംസ് ഒക്കെ നമുക്കിതിൽ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ വേണ്ടി സാധിക്കും. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് നമുക്ക് ഈ ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ 120Hz റിഫ്രഷ് റേറ്റും നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു സൂപ്പർ ഫോൺ തന്നെയാണ് ഈ പോക്കോ X3 Pro എന്നുള്ള മോഡൽ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.